പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാം, ഇന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, ഇന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. മർത്യനായി ഭൂവിൽ അവതരിച്ചവനേ, ഇന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, ഇന്നേരവും സ്തുതി ആരാധന. തച്ചന്റെ മകനായി വളർന്ന ഈശോയേ, ഇന്നേരവും സ്തുതി ആരാധന. കന്യകാമേരി തൻ പ്രിയസുതനേശുവേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പ്രിയ ദൈവജനമേ, ഒരു ദിവസം കൂടി കടന്നു പോകുന്ന ഈ നല്ല ദിവസത്തിൻ്റെ അവസാന യാമങ്ങളിൽ നാഥനോടൊപ്പമായിരുന്നുകൊണ്ട് ഇന്നേ ദിവസം അവിടുന്ന് നിന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായിട്ട് വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ ഞാനും എൻ്റെ കുടുംബവും തമ്പുരാനോടൊത്ത് ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ആകുലതകളും ആശങ്കകളും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമ്മുടെ പരാജയങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മോടൊപ്പം ഇന്നത്തെ ദിവസം സഞ്ചരിച്ച ആ ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധമായ ബലിപീഠത്തിൽ, പരിശുദ്ധമായ അരളിക്കായിൽ, വിശുദ്ധ ഓസ്തിയിൽ അപ്പമായി മാറിക്കൊണ്ട് നമ്മളെ കേൾക്കുവാൻ, നമ്മളെ കാണുവാൻ, നമ്മളോട് കൂടിയായിരിക്കുവാനായി നാഥൻ്റെതായി എഴുന്നള്ളി വരുന്നു. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബം നാം ബലിയർപ്പിക്കാൻ ഒന്നു ചേരുന്ന ആ ദേവാലയം പോലെ പരിശുദ്ധമാണ്. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലേക്ക് എന്നിലൂടെ, എൻ്റെ ജീവിത പങ്കാളിയിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ മക്കളിലൂടെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ സഖേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതുപോലെ ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, എനിക്ക് ഇന്ന് നിന്നോടുകൂടി വസിക്കണം. ആ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടത്. ആയതിനാൽ ഈ കടന്നു വരുന്ന 1 മണിക്കൂർ സമയം നമ്മുടെ
ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വ്യവസ്ഥ കൂടാതെ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഒരു മനോഭാവം മാത്രം മതി അവിടത്തേക്ക് നമ്മളോട് കൂടിയായിരിക്കുവാനായിട്ട്. ആയതിനാൽ നമുക്ക് ഒരുമിച്ച് മുട്ടുമേൽ നിൽക്കാം. എഴുന്നേറ്റ് വരുന്ന നാഥനെ നമുക്ക് ആരാധനയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും കൂപ്പി പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാം. സക്കവോസിൻ്റെ ഭവനത്തിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ അന്ധകാരം മാറി പ്രകാശം ആ കുടുംബത്തിൽ കടന്നു വരുന്നു. അത്രയും നാൾ നേട്ടമായി കരുതിയിരുന്ന ഭൗതികമായ സമ്പത്ത്, തൻ്റെ വീട്, തൻ്റെ പ്രിയപ്പെട്ടവർ, തൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ആഡംബരങ്ങൾ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ജീവിച്ച സക്കവോസ് ഒരുപക്ഷെ ഒരു രാത്രി പോലെ ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല, മനസ്സമാധാനം അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. ഓരോ ദിവസവും രാത്രിയിൽ തൻ്റെ തൊഴിലിന് ശേഷം തിരിച്ചു വരുമ്പോൾ, വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അന്നത്തെ ജീവിത പ്രവൃത്തികളും അന്ന് കണ്ടുമുട്ടിയ വ്യക്തികളും, ഒരു ചുങ്കം പിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എത്രമാത്രം മനുഷ്യരെ വേദനിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കണ്ണുനീർ നിറഞ്ഞ ആ മുഖങ്ങളുമൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് നാളെ ഇനി എന്തു ചെയ്യണം എന്നുള്ള ആരെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള ആ ഒരു ആകുലതയോടുകൂടി ഉറങ്ങി വിശ്രമിച്ച സക്കവോസ്, എന്നാൽ ഇന്നിതാ അപ്രതീക്ഷിതമായി താൻ ആവശ്യപ്പെടാതെ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ സക്കവോസ് തയ്യാറായിരിക്കുന്നു. ആ സക്കവോസിനോട് ചേർന്ന് നമുക്കും ഈശോയെ സ്വീകരിക്കാം, ആരാധനയുടെ ഗാനം ആലപിച്ചുകൊണ്ട്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പ്രിയ ദൈവജനമേ, വിശ്വാസത്തിലാണ് ഈ തൂവെള്ള അവസ്ഥയിൽ നാഥൻ നമ്മുടെ മധ്യേ ആയിരിക്കുന്നത്. ചെറുതാകലിൻ്റെ വലിപ്പത്തെക്കുറിച്ചും വിട്ടുകൊടുക്കലിൻ്റെ സന്ദേശത്തെ കുറിച്ചും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാഥനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയാണ്, അനുതാപം നിറഞ്ഞ ഒരു മനസ്സാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഹൃദയവും പങ്കിലമാണ്, കലുഷിതമാണ് ലോകമോഹങ്ങൾ കൊണ്ട്. ഭൗതികമായ ജീവിത നേട്ടങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും ജീവിതാനുഭവങ്ങൾക്കും നമ്മൾക്ക് കൊടുക്കുന്നതിൻ്റെ 10% സമയവും
നമ്മുടെ പരിശ്രമവും ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മോടൊപ്പം ചരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ അതിനാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾ, മഹാമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടാൽ ദൈവം അനുവദിച്ചു വിട്ടിരിക്കുന്നതാണ്, എന്നെയും നിന്നെയും രക്ഷിക്കുവാനായിട്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു തിരുവചനം, കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്: ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിന് പകരമായി വിലയായി നീ എന്ത് കൊടുക്കും? നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലാത്തൊരു ചോദ്യം. തമ്പുരാൻ്റെ സന്നിധിയിൽ ഭൗതികമായ നേട്ടങ്ങൾക്കും സമ്പാദ്യത്തിനും വെട്ടിപ്പിടിക്കലിനും വേണ്ടി ഓടുമ്പോൾ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലോർത്താൽ മതി. ഈ ഭൂമിയിൽ നാം ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട് ആൾക്കാർ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തനിച്ച അമ്മയുടെ ഉദരത്തിൽ നിന്ന്. ഈ ലോകത്തിൽ നമ്മൾ തിരിച്ചു പോകുന്നതും തനിച്ച. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ആരെല്ലാം കൂടെ ഉണ്ടായിരുന്നാലും അവരൊക്കെ നമ്മളെ അനുധാവനം ചെയ്യുക നമ്മുടെ കുഴിമാടത്തിങ്ങൾ വരെയുള്ളൂ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അതുപോലും സാധ്യതമാകാത്തൊരു സമയമാണിത്. ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ മറ്റാർക്കും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായം നിരത്താൻ പറ്റില്ല. ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന ജീവൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതാൻ ആരംഭിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ആ കുറിപ്പുകളാണ് ജീവൻ്റെ പുസ്തകമായി ദൈവം കണക്കാക്കുന്നത്. അതിൽ ഞാനാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്ത് ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, എപ്രകാരം ജീവിച്ചു, എവിടെയായിരുന്നു, എന്തു ചെയ്തു എന്നൊക്കെയുള്ളത്. ആ ജീവൻ്റെ പുസ്തകം ഞാൻ തന്നെ തുറന്ന് അന്ത്യവിധിയാളനായ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. ദൈവമേ, ഈശോയെ, ഇതാണ് ഞാൻ ജീവിച്ചു തീർത്തത്. എന്നിട്ട് ഈശോയോട് നമ്മൾ പറയുകയാണ്: ദൈവമേ, എൻ്റെ ജീവിതത്തിനനുസൃതമായി നീ ഇതിന് മുദ്ര വെച്ച് തരണമേ എന്ന്. അവിടെ മറ്റാർക്കും ഈ ഭൂമിയിൽ നാം ജീവിച്ചിരുന്നപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഇന്നത്തെ ആരാധനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 2-3 അധ്യായങ്ങളിലെ ഏതാനും തിരുവചന ഭാഗങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനത്തിൽ നാം കാണുന്നു, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളുകളോടും കൂടി ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. 3-ാം അധ്യായം 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ഫരീസയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബേ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ല എങ്കിൽ ഒരുവന് നീ ചെന്ന് ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യം ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും
ഒരുവൻ ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, നല്ലത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. ഒരു നിമിഷം 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശുദ്ധീകരണത്തിന് ശേഷമുള്ള ഒരു പുതുജന്മത്തെക്കുറിച്ച് ഈശോ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്ഭവപാപമുണ്ട്. ജീവൻ്റെ തുടിപ്പായി അപ്പൻ്റെ ജീവനിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെട്ടപ്പോൾ ഉത്ഭവപാപത്തോടു കൂടിയാണ് നാം അവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധമായ മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ആ ആത്മാവിൻ്റെ ശക്തിയാൽ ആ പാപം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നു. ജീവിതത്തിൻ്റെ ഒരു ചുരുങ്ങിയ കാലഘട്ടം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു 2, 3, 4 വയസ്സ് വരെ നമ്മൾ നിഷ്കളങ്കരായി ജീവിക്കുന്നത്. തിരിച്ചറിവ് ആയി വരുന്ന കാലം തുടങ്ങി നമ്മുടെ അന്ത്യയാത്ര അല്ലെങ്കിൽ അവസാന ശ്വാസം വരെയുള്ള നിമിഷങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിലുള്ള കുറവുകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിൽ നമ്മൾ കേട്ടു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ജെറൂസലേം ദേവാലയം ദൈവം വസിക്കുന്ന ആലയം. ആണ്ടുതോറും പെസഹ തിരുനാളിന് സകല യഹൂദ കുടുംബങ്ങളും കുടുംബനാഥന്മാരും സാധിക്കുന്നവരെല്ലാം അവരുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ദൈവത്തിന് നന്ദിയുടെ ബലിയർപ്പിക്കുവാൻ, കടന്നുപോയൊരു വർഷക്കാലത്തിലെ ജീവിതത്തിലെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും, പാപങ്ങൾക്ക് മാപ്പപേക്ഷിക്കുവാനും, പാപപരിഹാര ബലിയർപ്പിക്കുവാനുമായി ജെറുസലേമിലേക്ക് എത്താറുണ്ട്. ദൈവം വസിക്കുന്ന ആലയം ജെറുസലേം ദേവാലയം. ഈശോയും തൻ്റെ പരിശുദ്ധ ജീവിതകാലത്തും അതിനു മുൻപും അവിടെ പോയിട്ടുണ്ട്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 12-ാം വയസ്സിൽ അവിടുത്തെ കാണാതിരിക്കുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അമ്മ യോസേപ്പ് പിതാവിൻ ദേവാലയത്തിലാണ്. എന്നർത്ഥം ഈശോ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നു. അവിടെ നിന്ന് ആണ് കൂടുതലായിട്ടുള്ള ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ആലയത്തിൻ്റെ വിശുദ്ധി എന്തായിരിക്കണമെന്ന് കുഞ്ഞുനാൾ തൊട്ട് പൊന്നുതമ്പുരാൻ മനസ്സിലാക്കിയിരുന്നു. ഈ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ആ പ്രവേശം താൻ എന്തിനു വന്നു, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കൂടിയുള്ളൊരു വെളിപ്പെടുത്തലാണ്. അവിടുന്ന് കഴുതയുടെ പുറത്ത് ഒസാന വിളികളുടെ ആരംഭത്തോടുകൂടി പ്രതാപവാനായ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പ്രാർത്ഥനാലയമായിരിക്കേണ്ട ആ സ്ഥലം കച്ചവടക്കാരുടെയും ലാഭ ഇച്ഛയോടുകൂടി തങ്ങളുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെയും ഒക്കെ അവിടെ കാണുകയാണ്. അവിടത്തേക്ക് കോപം ജ്വലിച്ചു എന്ന് പറയുന്നു. അവിടുന്ന് ഒരു ചമ്മട്ടി ഉണ്ടാക്കി കയറുകൊണ്ട്. അതിനുശേഷമാണ് ആ ദേവാലയം വിശുദ്ധമായിരിക്കേണ്ട സ്ഥലത്തെ അശുദ്ധമാക്കിയ നാണയമാറ്റക്കാരെയും പ്രാപവിൽപ്പനക്കാരെയും ഒക്കെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്നറിയപ്പെടണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ വചനം. എൻ്റെ വീട് ഒരു പ്രാർത്ഥനാലയം എന്നറിയപ്പെടണം. അവിടെ വസിക്കുന്നത് ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും ഒക്കെയാണ്. അവിടെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ, പരസ്പര
വളർത്തലിൻ്റെ, അംഗീകരിക്കലിൻ്റെ ആത്മീയ അനുഭവമാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഞാൻ അരൂപയിൽ എൻ്റെ ദേവാലയത്തിൽ, ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യമായ സക്രാരിക്കുള്ളിൽ അല്ലെങ്കിൽ അരുളിക്കായ്ക്കുള്ളിൽ എഴുന്നേരിക്കുന്ന ദൈവം എൻ്റെ ഭവനത്തിൽ, എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ ഭവനം പ്രാർത്ഥനാലയം ആണോ? ഒരു പക്ഷേ അവിടെ ആട്, കാള, പ്രാവ് ഇതിനെയൊന്നും വിൽക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇതിൻ്റെ എല്ലാം രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളും സാഹചര്യങ്ങളും അവിടെയുണ്ട്. സ്നേഹമില്ലാത്ത ജീവിതം, അംഗീകരിക്കാൻ പറ്റാത്ത ജീവിതം, പ്രാർത്ഥനയില്ലാത്ത കുടുംബം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, സമാധാനമില്ലാത്ത കുടുംബത്തിലെ അവസ്ഥ, കൂട്ടായ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, മദ്യപാനികളുള്ള കുടുംബത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം തിന്മയുടേതായ രൂപഭാവങ്ങളാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ പുറത്താക്കേണ്ടത്. നമുക്കറിയാം, എത്രയോ കുടുംബങ്ങൾ ഈ നിമിഷവും ഇന്നത്തെ അധ്വാനത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് സമാധാനത്തോടുകൂടി കഴിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ അമ്മമാരുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കളുടെ ആ ഒരു തിന്മയുടെ പ്രവൃത്തിയാൽ, അല്ലെങ്കിൽ അപ്പൻ്റെ ആ ഒരു തിന്മയുടെ പ്രവൃത്തിയാൽ, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു തിന്മയുടെ പ്രവൃത്തിയാൽ, എന്തുമാവട്ടെ, അങ്ങനെ സംഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവിനോട് നമുക്ക് പറയാം, ഈശോയെ കടന്നു വന്ന് പുറത്താക്കണമേ എന്ന്. നമുക്ക് ഭൗതിക ജീവിതത്തോടുള്ള ആ അമിതമായ ആ താല്പര്യത്തിന് നിമിത്തം സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ഹൃദയത്തിലില്ല. ഈശോയോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബം ഒരു ക്രൈസ്തവ കുടുംബമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ഒരു വ്യക്തികളും ഇവിടെയില്ല. ഞായറാഴ്ചകളിലൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മുമ്പൊക്കെ പോയി ബലിയർപ്പിക്കാറുണ്ടായിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിച്ച്, ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാൻ കയറി വരുന്ന എൻ്റെ കുടുംബമാണ്. നാഥ, അങ്ങ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, വിശുദ്ധീകരിക്കുവാനായി കടന്നു വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ആലയം പ്രാർത്ഥനയിലെന്നറിയപ്പെടണം. ഈ ആലയം നിൻ്റെ ഹൃദയം കൂടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെയാണ് ഈ തിന്മയുടേതായ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും രൂപപ്പെട്ടു വരുന്നത്. വിദ്വേഷം, വെറുപ്പ്, കലഹം, മദ്യ ആസക്തി, സമാധാനമില്ലാത്ത ജീവിതം, അയൽവക്ക വഴക്ക്, അശ്ലീല സംഭാഷണം, അശുദ്ധമായ പ്രവൃത്തികൾ, അശുദ്ധമായ മനോഭാവങ്ങൾ, തിന്മയുടേതായ ജീവിതക്രമങ്ങൾ, ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈശോ ആദ്യം കടന്നു വരേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഈശോയോട് പറയാം, ഒരു നിമിഷം വന്ന് കണ്ണുകൾ അടച്ചേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ, നാഥൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന തിന്മയുടേതായ ഈ പ്രകാരമുള്ള ഈ രൂപഭാവങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാം. കരുണയായിരിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് ചാട്ടവാറെടുക്കുന്നതോടൊപ്പം അത് ശുദ്ധീകരിക്കപ്പെട്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ, എൻ്റെ കുടുംബത്തിലെ, അവിടെ നിന്ന് അപ്പുറത്ത് അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ എൻ്റെ അയൽവക്കക്കാരുടെ ജീവിതത്തിലെ, എൻ്റെ സമൂഹ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. പാപങ്ങളോർത്തൊരു നിമിഷം നമുക്ക് പശ്ചാത്തപിക്കാം. പാപം വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചത്. കരുണ പറ്റാത്ത സ്നേഹം, തിരിച്ചറിവോടെ തിരിച്ചു വന്ന
ധൂർത്തപുത്രനെയും അനുഗ്രഹം പ്രാപിച്ചിട്ടും വീണ്ടും തിരിച്ചുപോയി പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ മഗ്ദലക്കാരി മറിയത്തെയും, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് എന്ന ആ ഉറപ്പ് തന്ന തമ്പുരാൻ ഒരു വ്യവസ്ഥയും കൂടാതെ മേൽപ്പറഞ്ഞ വ്യക്തികളൊക്കെ സ്വീകരിച്ചെങ്കിൽ നമ്മെയും സ്വീകരിക്കും. അനുദപിക്കുന്ന ഒരു ഹൃദയം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ. ധൂർത്തപുത്രൻ്റെ കുമ്പസാരം നമുക്കറിയാം. പിതാവേ, സ്വർഗത്തിനും അങ്ങയ്ക്കുമെതിരെ ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. മഗ്ദലക്കാരി മറിയം നാഥൻ്റെ പാദാന്ത്യത്തിലിരുന്നു കൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ഇവളാരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലൊക്കെ പറയുമ്പോഴും ഒന്നും അവൾ മിണ്ടുന്നില്ല. നാഥൻ്റെ പാദത്തിലിരുന്ന ആ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ കണ്ണീരുകൊണ്ട് അവൾ സംസാരിക്കുകയാണ്. ആ പാദത്തിലേക്ക് അനുതാപത്തിൻ്റെ, പ്രതീക്ഷയുടെ, തിരിച്ചുവരവിൻ്റെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൾ നാഥനോട് പറയുകയാണ്, കരുണ തോന്നണമേ ദൈവമേ. ആത്മാർത്ഥമായ ആഴമായ തിരിച്ചുവരവോടുകൂടിയ പശ്ചാത്താപം നാഥൻ അനുഗ്രഹിച്ചില്ലേ, കൊടുത്തില്ലേ? ഏറ്റവും വലിയ അനുഗ്രഹം ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് കരം പിടിച്ച് നടത്തിയില്ലേ? മഗ്ദലക്കാരി മറിയത്തെ അനുഗ്രഹിച്ചില്ലേ? സമാധാനത്തോടുകൂടി പോകുക, മേലിൽ പാപം ചെയ്യരുത്. ഈശോ നമ്മളോട് ഓരോരുത്തരും പറയുന്ന ഇതാണ്. നീ ഏത് പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു കയറി വന്നാലും, നീ ലോകത്തിൻ്റെ അത് ഏത് മ്ലേച്ഛതയിൽ തിരിച്ചു വന്നാലും നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് ദൈവം പറയുന്നു. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുതാപം നിറഞ്ഞ മനസ്സോടെ നമുക്കൊരു നിമിഷം പാടാം. നാഥൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പാടാം. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മുടെ എല്ലാ കൃപകളും നാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അനുതാപം നിറഞ്ഞ മനസ്സോടെ നമുക്കും നിക്കോദോമസിനോട് ചേർന്ന് ചോദിക്കാം, റബ്ബി, എനിക്ക് ഒരു പുതിയ മനുഷ്യനാകണം. നമുക്കും ചോദിക്കാം, എങ്ങനെയാണ് ഒരു മനുഷ്യന് വീണ്ടും ജനിക്കുവാൻ സാധിക്കുകയെന്ന്. ദൈവം ആത്മാവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ നിക്കോദോമോസ് ചിന്തിക്കുന്നത് ഇസ്രായേലിൻ്റെ ഗുരുവായും കൂടിയെന്നാണ് നിക്കോദോമസിനെ വിളിക്കുന്നത്. നീ ഒരു ഗുരുവല്ലേ? യേശു ചോദിക്കുന്നുണ്ട്. നിനക്കറിഞ്ഞുകൂടെ ആത്മാവിൽ ജനിക്കുന്ന ആത്മാവും ജഡത്തിൽ ജനിക്കുന്ന ജഡവുമാണ്. ആത്മാവിനൊരിക്കലും ജഡത്തിൻ്റെ കാര്യങ്ങൾ വ്യാപരിക്കാൻ പറ്റില്ല. ശരീരത്തിന് ജഡത്തിനൊരിക്കലും ആത്മാവിൻ്റെ കാര്യങ്ങൾ വ്യാപരിക്കാൻ പറ്റില്ല. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ നഷ്ടം, തിന്മയെന്ന് പറയുന്നത് ഈ ജഡത്തിൻ്റെ മേഖലകളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. പാപബോധം നഷ്ടപ്പെട്ട്, ദൈവിക സാന്നിധ്യ അവബോധം നഷ്ടപ്പെട്ട്, ഞാൻ വസിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഒരപ്പൻ എന്ന നിലയിൽ എനിക്കുള്ള സ്ഥാനം, അതിൻ്റെ വില, ഒരമ്മയുടെ എന്ന സ്ഥാനം, അതിൻ്റെ വില, ഒരു മകൻ എന്ന സ്ഥാനം, അതിൻ്റെ വില, മകളെന്ന സ്ഥാനം, അതിൻ്റെ വില തിരിച്ചറിയാതെ ജീവിക്കുന്നതാണ്. നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് ഈ ജഡത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എപ്പോഴും അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ജഡത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ 1000 പ്രാവശ്യം ഭൗതികതയെയും ജഡത്തിൻ്റെ വ്യാപാരത്തെയും ആ ജഡിക മോഹങ്ങളെയും ശരീരത്തിൻ്റെ ആവശ്യങ്ങളെയും വസ്ത്രത്തിൻ്റെ രീതിയിൽ, ഭക്ഷണത്തിൻ്റെ രീതിയിൽ, വിചാരവികാരത്തിൻ്റെ രീതിയിലൊക്കെ നമ്മൾ
കൊണ്ട് നടന്ന് സൂക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഒരാത്മാവുണ്ട്, നിത്യരക്ഷയെ കരുതി. ആത്മാവിൻ്റെ ആ രോദനത്തിൻ്റെ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. വീണ്ടും ജനിക്കണം ആത്മാവിൽ. അതായത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി വിവേചനത്തോട് ജീവിക്കണമെന്ന് നിക്കോദോമസിനോട് ഈശോ പറയാണ്. നിൻ്റെ വാക്ക്, നിൻ്റെ സംസാരം, നിൻ്റെ നോട്ടം, നിൻ്റെ വിചാരവികാരങ്ങൾ, നിൻ്റെ ചിന്ത, നിൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാര മേഖലകൾ, നിൻ്റെ കുടുംബത്തിൽ നിന്നോടൊത്ത് വസിക്കുന്നവരോടുള്ള നിൻ്റെ മനോഭാവം, അവരുമായിട്ടുള്ള നിൻ്റെ ഇടപഴകൽ, ഇതേത് രീതിയിലുള്ളതാണ്? എൻ്റെ കുടുംബത്തിൽ ഞാനെന്ന വ്യക്തി കൊണ്ട് ദൈവിക അനുഭവം ഉണ്ടാകാറുണ്ടോ? ഈശോ അതാ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ പുതിയ സൃഷ്ടി ആകണമെങ്കിൽ നാം വായിച്ചു കേട്ട ദേവാലയ ശുദ്ധീകരണം നടന്നേ പറ്റൂ. ഈശോയോട് നമുക്കതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ഈശോയെ, ഞാനൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരുന്ന ദൈവമേ, ഇനി എൻ്റെ ജീവിതം എത്ര കാലം നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളൊക്കെ രാത്രിയിൽ വിശ്രമിക്കാൻ പോകാനായെന്ന് ഒരുങ്ങുന്ന സമയമാണ്. ചിലർ പ്രാർത്ഥിച്ചൊരുങ്ങും, ചിലർ ഇന്നത്തെ അധ്വാനത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടക്കാൻ പോകും, ചിലർ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും, ചിലർ ഈ സമയത്തിന് ശേഷം ഇനിയും കുറെ കൂടി സമയം ഇരുന്ന് ടി വി കണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങി നേരെ വന്ന് കട്ടിലയിലേക്ക് ഉറങ്ങി വീഴും. ചിലർ വീണ്ടും ആധുനിക യുഗത്തിൻ്റെതായ സന്തോഷങ്ങൾ കണ്ടെത്തി മൊബൈലുമായിട്ട് അങ്ങോട്ട് നീങ്ങും, അതും കൈപ്പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ പോകുന്നു. പക്ഷെ നമ്മളിൽ എത്ര പേര് ഈ സായം സന്ധ്യയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും കടന്നുപോയി 24 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അധ്വാനത്തിന് ശേഷം തമ്പുരാൻ്റെ കരങ്ങളിൽ ആത്മാവിനെ കൊടുത്തുകൊണ്ട് നമ്മൾ വിശ്രമിക്കാൻ പോകുമ്പോൾ നാളത്തെ പ്രഭാതം കണ്ടുണരുവാൻ അറിയുവോ ഇല്ലയോ എന്ന് നമുക്ക് തീർച്ചയില്ല. ഉണരുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പലരും പ്രാർത്ഥിക്കാറില്ല. ദൈവമേ അനുഗ്രഹിക്കണമേ, എൻ്റെ പാപക്കറകൾ കഴുകിക്കളയണമേ, എൻ്റെ ആത്മാവിനെ ശരീരത്തെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവമേ, ഈ രാത്രി നല്ല വിശ്രമം നിൻ്റെ സാന്നിധ്യം തന്ന് നല്ല ഒരു ദൈവാനുഭവത്തിൽ നയിച്ച് നാളത്തെ പ്രഭാതം കണ്ടുണരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ സർവേശ്വര എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. സഖ്യവൂസിനെ പോലെ നമുക്കും ഈശോയുടെ അടുത്തേക്ക് കടന്നിയെല്ലാം രാത്രിയുടെ യാമത്തിലാണ് നമ്മൾ ഈശോയെ ചോദിക്കണം. ഈശോയുടെ എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം. ഏതെല്ലാം മേഖലകളിലായി ഈശോയെ ഞാനൊരു പുതിയ സൃഷ്ടിയാകേണ്ടത് എനിക്ക് വെളിപ്പെടുത്തി തരണം. ചോദിച്ചാൽ ഉത്തരം തരുന്നൊരു ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ആ ദൈവം നമുക്ക് തിരിച്ചറിവ് തരും. ആ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണു തുറന്ന് നാഥനെ തന്നെ നോക്കിക്കൊണ്ട് തിരിച്ചുവരവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ധൂർത്തപത്രം തിരിച്ചു വന്നതുപോലെ രണ്ട് കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർക്കാം. കരയാം, ഭൂരിഭാഗം ഒഴിക്കുന്ന നമ്മളാരും അടുത്ത നാടുകളിലൊന്നും കുമ്പസാരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം സാഹചര്യങ്ങൾ, 2 പാപബോധം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങുന്ന ഒരു കള്ളൻ, അവൻ ആദ്യം മോഷ്ടിക്കുമ്പോൾ അവൻ ഒരു വശത്തേക്ക് നോക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവൻ അല്പം കൂടി ഒരു വിശ്വാസമുള്ള മനുഷ്യനാണെങ്കിൽ 4 ഭാഗത്തേക്ക് നോക്കും. ആരും കാണുന്നില്ല എങ്കിൽ അവൻ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച സ്ഥാനം കട്ടുകൊണ്ടുപോകും. രണ്ടാമത്തെ പ്രാവശ്യം മോഷ്ടിക്കാൻ അവൻ വരുമ്പോൾ ഈ 4 ഭാഗത്തേക്ക് നോക്കുന്നു എന്നുള്ളത് അവൻ 3 ഭാഗത്തേക്ക് നോക്കുകയുള്ളൂ. വീണ്ടും മോഷ്ടിക്കാൻ വരുമ്പോൾ അവൻ 2 ഭാഗത്തേക്ക് നോക്കുകയുള്ളൂ. വീണ്ടും വരുമ്പോൾ അവൻ്റെ നോട്ടവും ശ്രദ്ധയും ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ, ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് അവൻ മോഷ്ടിക്കാൻ വരുമ്പോൾ അവൻ ഒരു ഭാഗത്തേക്ക് നോക്കാറില്ല. കാരണം
ആദ്യം അവൻ 4 വശത്തേക്ക് നോക്കി. അവൻ്റെ ഉള്ളിലിരിക്കുന്ന അവൻ്റെ ആത്മാവ് അവനോട് പറഞ്ഞ്, നീ ചെയ്യുന്നത് തെറ്റാണ്, പാപമാണ് നീ ചെയ്യുന്നത്, നിനക്ക് അർഹതപ്പെടാത്ത നീ എടുക്കരുത്. പക്ഷേ ആത്മാവിൻ്റെ സ്വരത്തിന് വില കൊടുക്കാത്തത് കൊണ്ട്, കാത് കൊടുക്കാത്തത് കൊണ്ട് അവനത് ചെയ്യുന്നു. ആവർത്തിച്ച് ചെയ്യുമ്പോൾ പാപബോധം നഷ്ടപ്പെടുന്നു. അതിൽ നിന്ന് സംഭവിക്കുന്നത് അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ആ അവബോധം അവന് നഷ്ടപ്പെടുന്നു. അങ്ങനെ മനസ്സാക്ഷി മരിക്കുന്നു. അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പിന്നീട് ഒരിക്കലും മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവനോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആത്മാവ് തിരിച്ചറിയുകയാണ്. അതിൻ്റെ അർത്ഥം അവൻ പാപം ചെയ്യുന്നില്ല എന്നല്ല, ആത്മാവിൻ്റെ പ്രേരണ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആത്മാവിൻ്റെ പ്രചോദനം, തിരിച്ചറിവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം, തിരിച്ചു വരാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി. ഈശോയെ, എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തെ, എൻ്റെ കുടുംബമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കണമേ എന്നും, ധൂർത്തപുത്രനെ പോലെ പാപബോധത്തോടെ തിരിച്ചറിവോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ എന്നെ കാത്തു നിൽക്കുന്ന, വാരിപ്പുണരാൻ കാത്തു നിൽക്കുന്ന ദൈവപിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കുറ്റപ്പെടുത്താതെ സമാധാനത്തോടുകൂടി ഇപ്പോൾ മേലിൽ പാപം ചെയ്തെന്ന് പറഞ്ഞ് ആശ്വാസവചനം കേട്ട ആ മഗ്ദലക്കാരി മറിയത്തെ പോലെ തമ്പുരാൻ്റെ തിരുസവിധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പാടാം. തമ്പുരാൻ്റെ സന്നിധിയിൽ 2 കരങ്ങളും ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ആനന്ദ സ്നേഹത്തിൻ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു എന്ന ഗാനം നമുക്ക് പാടിക്കൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം അതിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയോട് ചേർന്ന്, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെ കൂട്ടായ്മയോടും ചേർന്ന് നാഥൻ്റെ സന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ദൈവവചനം ജപമാലയിലൂടെ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി തന്റെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും,
പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽഥാ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ,
ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാനോട് കൂടിയായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചു, സ്വന്തം ജീവിതത്തെ തിരിച്ചറിഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും മറക്കുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഉണ്ടെങ്കിൽ അവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ കറകൾ കഴുകിക്കളയണമെന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാൻ തന്ന സകല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധന എന്ന് പറയുന്ന കർത്താവേ, സഖ്യവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതുപോലെ കർത്താവേ, ജെറുസലേം ദേവാലയത്തിൽ കടന്നു വന്ന അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന സകല തിന്മയുടെ പ്രവൃത്തികളെ മാറ്റിപ്പുറത്താക്കിയതുപോലെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ നാഥ. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നാഥ. വിശുദ്ധീകരിക്കണമേ നാഥ. എൻ്റെ കുടുംബം ഒരാലയം, പ്രാർത്ഥനാലയമായി തീരട്ടെ. ആത്മാവിനാൽ നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരട്ടെ. നിക്കോദെമോസിനെ പോലെ പുതിയ ബോധ്യത്തോടെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണേ ദൈവമേ. ദൈവമേ, നാളത്തെ പ്രഭാതം കണ്ടുകൊണ്ടിരുന്ന് ഞാൻ ജീവിതം ആരംഭിക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിച്ച് ഒരു നവസൃഷ്ടിയാക്കുക. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളിൽ തുറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ തുറന്ന് നാഥനെ നോക്കി കരങ്ങൾ കൂപ്പി പിടിച്ചുമുട്ടുമേൽ നിന്നുകൊണ്ട് ആരാധനയുടെ ഒരു ഗാനം ആലപിച്ച് തമ്പുരാൻ്റെ ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കി ശിരസ്സ് നമിച്ച നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പര